ഈ അടുത്ത് ഒരു മരണ വീട്ടിലേക്ക് ചെന്നപ്പോ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രം, ഞായറാഴ്ച കല്യാണം കഴിഞ്ഞ് വെള്ളിയാഴ്ച ആ സഹോദരി മരണപ്പെട്ടു. ആ സഹോദരിയുടെ ചെറിയ അനുജന് തന്റെ ഇത്താത്തയുടെ മയ്യത്തൊന്ന് കാണാൻ പോലുമുള്ള ധൈര്യമില്ല. ആ മയ്യത്തൊന്ന് കാണാൻ പോലുമുള്ള ധൈര്യം ആ ചെറിയ കുട്ടിക്കില്ല, പേടിച്ച് നിൽക്കാൻ. ആ സമയത്തൊരു സുഹൃത്ത് ആ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, മോനെ, മോൻ ചെറിയ കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവര് മണ്ണുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി, പച്ചിലകൾ കൊണ്ട് കറി ഉണ്ടാക്കി, ചിരട്ട കൊണ്ട് പാത്രം ഉണ്ടാക്കി, വലിയ ഗൗരവത്തിലാവും കളിക്കൽ. ചോറായോ, അതുപോലെ തന്നെ കറി ഒക്കെ റെഡി ആയിട്ടുണ്ടോ, അടുപ്പിൻ പാത്രങ്ങളൊക്കെ ഇവിടെ, അങ്ങനെ വലിയ ഗൗരവത്തിലാണ് കളിക്കൽ. ആ കളി നടന്നുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടിയുടെ ഉമ്മ വിളിക്കാണ്, മോനെ, മോനുള്ള ഭക്ഷണം ഉമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്റെ കുട്ടി ഇനി ഭക്ഷണം കഴിച്ചിട്ട് കളിക്ക് എന്ന് പറഞ്ഞാൽ അത്രയും നേരം അവൻ ഉണ്ടാക്കി വെച്ച മണ്ണിന്റെ പലഹാരങ്ങളും ഭക്ഷണവും പാത്രവും ഒക്കെ അവിടെ വിട്ടുകൊണ്ട് ഉമ്മയുടെ അരികിലേക്ക് കുട്ടികൾ ഓടിച്ചെല്ലും. അതെന്റെ മോൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ കുട്ടി അതേന്ന് പറഞ്ഞു. ഈ സുഹൃത്ത് പറയാണ്, മോനെ, അതുപോലെയാണ് ജീവിതം. നമ്മൾ കളിക്കാൻ, ചില ആളുകൾ ഡോക്ടറായി കളിക്കാൻ, ചില ആളുകൾ എഞ്ചിനീയറായി കളിക്കാൻ, ചില ആളുകൾ അധ്യാപകരാണ്. വലിയ ഗൗരവത്തിൽ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ റബ്ബ് വിളിക്കും ഒരു ദിവസം. അന്ന് പടച്ചോനെ, 20 വർഷം ഞാൻ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത് എന്റെ മോളെ നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം, അതിനു വേണ്ടിയിട്ടായിരുന്നു. നാളെയാണ് പടച്ചോനെ മോളെ കല്യാണം, അത് കഴിഞ്ഞിട്ട് വരാം. ആ തേങ്ങലുകൾ കൊണ്ട് കാര്യമില്ല. ഇത്രയും കാലം കഷ്ടപ്പെട്ടത് ഒരു വീടിന് വേണ്ടിയിട്ടായിരുന്നു. നാളെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. ഒരു രാത്രിയെങ്കിലും ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ അന്തി ഉറങ്ങിയിട്ട് എന്നെ തിരിച്ചു വിളിക്കൂ എന്ന കരച്ചില് കൊണ്ട്, തേങ്ങലുകൾ കൊണ്ട് സഹോദരന്മാരെ കാര്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കഷ്ണം കമ്പെടുത്തു. ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കുടിച്ചിട്ടു, രണ്ടാമത്തത് അതിനോട് ചേർന്ന് കുടിച്ചിട്ടു, മൂന്നാമത്തൊരു അല്പം വിദൂരത്തായി കുടിച്ചിട്ടു. സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, ഇതെന്താണെന്ന് അറിയുമോ? സ്വഹാബാക്കളുടെ മറുപടി, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും അവന്റെ റസൂലുമാണ് അറിയുന്നവൻ. പ്രവാചകൻ പറയാണ്, ഒന്നാമതായി കാണുന്ന കമ്പാണ് അൽ ഇൻസാൻ, മനുഷ്യൻ. ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നതാണ് അവന്റെ അജൽ, അവന്റെ മരണം. മൂന്നാമത്തെ കമ്പുണ്ടല്ലോ, അതാണ് അവന്റെ അമൽ, അവന്റെ സ്വപ്നങ്ങൾ. മനുഷ്യരാ സ്വപ്നങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ്. സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് മനുഷ്യന്റെ മരണത്തെ അവൻ കണ്ടുമുട്ടും. സ്വപ്നങ്ങൾ ബാക്കിയാക്കി നമ്മൾ പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി നാം ആലോചിക്കുക, ആ മരണത്തിനപ്പുറമുള്ള ജീവിതം അത് തമാശയല്ല.